ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ചാനലിലേക്ക് സ്വാഗതം. അപ്പം നെക്സ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ബീഫ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഇന്ന് ഞാൻ ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും വന്നോളൂ. അപ്പം ഞാൻ അത്യാവശ്യം കഴുകി നല്ല വൃത്തിയാക്കിയ ഒരു ബീഫ് ഞാൻ ഉരുളിക്കകത്ത് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇവിടെയൊക്കെ ചെറിയ ബ്ലഡിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ നല്ല രീതിയിൽ രണ്ട് കൈയും കൊണ്ട് തിരുമ്മി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അത് ഞാൻ കുക്കറിനകത്ത് ആക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് അരപ്പൊക്കെ വേണം. അതിനാദ്യം മിക്സിയിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അപ്പം ഇത് മൂന്നും നമുക്ക് ആദ്യം അരച്ചെടുക്കണം. ഇത് മിക്സിക്കകത്തിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് ഞാനൊരു കിണ്ണിയിലാക്കി. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റ് നേരെ കുക്കറിനകത്ത് ബീഫ് ഇരിക്കുന്ന കുക്കറിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കാശ്മീരിയാണ്. പിന്നെ മഞ്ഞൾ ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, ഗരം മസാല ഇടുന്നുണ്ട്, ഉപ്പിടുന്നുണ്ട്, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ലാസ്റ്റാണ് കറിവേപ്പില ഇടുന്നത്. ഇതെല്ലാം നല്ല രീതിയിൽ കൈകൊണ്ട് തിരുമ്മി ആ ബീഫിൽ നല്ല രീതിയിൽ അരപ്പ് പിടിക്കുന്ന രീതിയിൽ തിരുമ്മി ഇടണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. അങ്ങനെ ഞാൻ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ച് അത് ഗ്യാസിൽ വെക്കുന്നുണ്ട്. ഞാനൊരു 6-7 വിസിൽ ആണ് കേൾപ്പിച്ചത്. ഓരോ ബീഫ് ഓരോന്നിൻ്റെ വേവല്ലേ. ഇപ്പോൾ കിളുന്തൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ കൂടുതൽ വിസിലടിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് വിസിലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതൊരു 3/4 കിലോ ബീഫുണ്ട്. അപ്പം സവാള ബീഫ് ഫ്രൈക്ക് മസ്റ്റാണ്. അപ്പം കുക്കറിലിരുന്ന് അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ 2 സവാള തൊലിച്ച് നല്ല രീതിയിൽ കഴുകിയെടുത്ത് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ കനം കുറച്ചാണ് അരിയുന്നത്. അപ്പം കനം കുറച്ച് അരിയുമ്പം പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോഴേക്കും വിസിൽ വന്നതിന് ശേഷം നമ്മൾ പൂർണ്ണമായും വിസിൽ പോയതിന് ശേഷം മാത്രമേ കുക്കറിൻ്റെ അടപ്പ് തുറക്കാവൂ. ഇല്ലെങ്കിൽ ചില അപകടങ്ങളുണ്ടാവും. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഞാൻ കുക്കറിൻ്റെ അടപ്പ് തുറന്നു. അതിൽ ഏകദേശം ഗ്രേവിയും വെന്തൊക്കെ ഇട്ടുണ്ട്, ഗ്രേവി ഉണ്ട്. അപ്പം നമുക്ക് ഈ ചാറ് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുക്കറിൽ അത് വറ്റിക്കാനും വെച്ചു. മറ്റേ സൈഡിൽ നല്ല ചീനച്ചട്ടിയും വെച്ചിട്ടുണ്ട് ഉള്ളി വഴറ്റാൻ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി ഇട്ടിട്ടുണ്ട്, നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ശകലം ഉപ്പിടണം, എന്നാലേ പെട്ടെന്ന് ഉള്ളി വഴണ്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ നല്ല രീതിയിൽ ഉള്ളി വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ കുക്കറിനകത്ത് ഇരുന്ന ഗ്രേവി എല്ലാം വറ്റി അതിനകത്തെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയുടെ കളറ് ഏകദേശം ഈ കളറ് ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ കുക്കറിനകത്തിരുന്ന ബീഫിൻ്റെ അരപ്പെല്ലാം കൂടെ തട്ടി ഈ ഉള്ളിയിലിടണം. എന്നിട്ട് ഇതിനകത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ കളർ ഏകദേശം ഒരു ബ്ലാക്ക് കളറാവും നമ്മൾ എടുക്കുമ്പം കൂടെ ഇളക്കി കൊടുക്കണം. പിന്നെ അടച്ച് വെക്കണം. അങ്ങനെ വഴറ്റി നമ്മുടെ കളർ ചേഞ്ച് ആയത് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കുന്നത് ബീഫിൻ്റെ ടേസ്റ്റാണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒഴിച്ച് നല്ല രീതിയിൽ വഴറ്റി ഞാനൊരു പ്ലേറ്റിലാക്കുന്നുണ്ട്. നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.